ഒന്നാമത്തെ കാര്യം, നാടിൻ്റെ സമാധാനം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾ മാത്രം അകലെയാണ്. നാടിൻ്റെ സമാധാനം കെടുത്തുന്നിടത്തിൽ സമാധാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനും സമാധാനത്തിൽ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുക, അതിന് ആളുകളെ കയ്യേറ്റം ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ്റെ MRI സ്കാൻ റിപ്പോർട്ട് വരെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓർത്തോ ഡോക്ടർ വരട്ടെ എന്നിട്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയാം. അപ്പോൾ അതിനകത്ത് ഇംപ്രഷൻ കൂടുതലുള്ള ലിഗ്മെൻറ്റിന് പോലും ചെറിയ പരിക്കുകൾ ഉള്ളതായിട്ട് അതിനകത്ത് കാണുന്നു. ഓർത്തോ ഡോക്ടർ വരട്ടെ എന്നിട്ട് കാര്യങ്ങൾ പറയും. അപ്പോൾ ഇത്തരം പ്രവണതകളെ CPM നേതൃത്വം നിലക്ക് നിർത്തണമെന്ന് നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസമാണ് ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്ക് അച്ഛനും അമ്മയും ഉറങ്ങുന്ന സ്ഥലത്തേക്ക് രാത്രി 12:30-ക്ക് ശേഷം വന്നിട്ട് ബോംബെറിഞ്ഞത്. അപ്പോൾ അന്ന് അതിൽ പങ്കില്ലെന്നൊക്കെ പറഞ്ഞ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വീട്ടിലൊക്കെ വന്ന് സന്ദർശിച്ചിട്ട് ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ DYFI നേതാവ്, അതൊരു അധ്യാപകൻ അച്ഛനും വേറൊരു പയ്യൻ്റെ അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്ന വീട്ടിലേക്ക് ബോംബെറിയുന്ന ആളാണെങ്കിൽ എന്തായിരിക്കും കുട്ടികളുടെ അവസ്ഥ? അപ്പം ഇത്തരത്തിലുള്ള പ്രവണതകളിൽ ആളുകളെ സംരക്ഷിക്കുകയും അതിന് പിന്തുണ കൊടുക്കുകയും അതിന് ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിക്കുകയും ചെയ്യുന്നത് നാടിൻ്റെ സമാധാനം കെടുത്തും. ഇതൊന്നും അറിയാത്ത CPM പ്രവർത്തകരുണ്ട്. അവരോട് പോലും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരം പ്രവണതകൾ ചോദ്യം ചെയ്യാൻ തയ്യാറാവണം. പോലീസ് ശക്തമായ ആക്ഷൻ എടുക്കണം. ഇതിൻ്റെ മുമ്പ് വിഷ്ണുവിൻ്റെ വീട്ടിൽ ബോംബെറിഞ്ഞു, അതുപോലെ പൊക്കേട്ടിൻ്റെ വീട്ടിൽ ബോംബെറിഞ്ഞു. ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടൊരു നടപടി എടുക്കാതിരുന്നപ്പോഴാണ് ഇപ്പോൾ ബിദുലിൻ്റെ വീട്ടിൽ വീണ്ടും ബോംബെറിയുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ ഇൻസിഡൻസ് നാടിൻ്റെ സമാധാനത്തെ കെടുത്തുന്നതാണ്. സമാധാനത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന ജനതയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരും പോവും. ഇപ്പോൾ ഇന്നും ഇന്നലെയായിട്ട് നിരവധിയായിട്ടുള്ള പ്രചരണ ബോർഡുകൾ, ശ്രീ പാറക്കൽ അബ്ദുള്ളയുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലെ ജയവും പരാജയം ജനങ്ങൾ തീരുമാനിക്കട്ടെ. പ്രചരണ ബോർഡുകളോട് പോലുള്ള അസ്വസ്ഥത, സംഘടിതമായിട്ട് ഭീഷണി, അക്രമത്തിൻ്റെ ഇടയിൽ മോഷണം, ഇതൊന്നും പാർട്ടി പിന്തുണയോ അധികാര കേന്ദ്രങ്ങളുടെ പിന്തുണയോ ഉണ്ടാവാൻ പാടില്ല. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം. പോലീസ് ആക്ട് ചെയ്യണം. വേറൊരു സംഘർഷം ഉണ്ടാക്കാൻ UDF ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ഉണ്ടാക്കാനും പാടില്ല. ഞങ്ങൾ പോലീസ് ആക്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിയമപരമായ കാര്യങ്ങൾ നീങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ബന്ധപ്പെട്ടവരുടെ ഉത്തരവാദിത്തമാണ്. അവർ ഓർമ്മപ്പെടുത്തുന്നു. സമാധാനത്തോടെ നാട് കഴിയാനുള്ള നടപടികൾ ഉണ്ടാവണം. ഈ ചെറുപ്പക്കാർക്ക് നേരെ അകാരണമായി നടന്ന അക്രമം, ഇപ്പോൾ അവർ പറയുന്നത് ഏതോ മണൽവണ്ടി പിടിച്ചതായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇവരെ ഇതിനകത്ത് കക്ഷികളാക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളത്. അവർ യൂത്ത് ലീഗിൻ്റെയും UDFൻ്റെയും ചെറുപ്പക്കാരാണ്. ഒരു ബോർഡ് വെക്കാൻ നാട്ടിൽ